മഴത്തോര് മുൻപിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഇവർക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അലീന വടി എടുത്തുകൊണ്ട് വരികയാണ്. ഇതല്ല ഞാൻ ഉദ്ദേശിച്ച വടി. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അലീന ചോദിക്കുകയാണ്, എന്തിനാ സാറിന് ഇത്? എൻ്റെ മുറിയിൽ കുറേ പേപ്പർ പുലികൾ കയറാൻ തുടങ്ങിയിട്ടുണ്ട്, അതിനെയൊക്കെ അടിച്ചൊട്ടിക്കണമെന്ന്. വടി കൊണ്ടുവന്ന് ബാലേന്ദ്രൻ്റെ കയ്യിൽ വെച്ചപ്പോഴേ വൈജ പേടിച്ച് ബാക്കിലോട്ട് സെറ്റ് ചെയ്ത് തട്ടുന്നുണ്ട്. അലീന അത് കാണുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ടുന്ന രീതിയിൽ എന്തൊക്കെയാണെന്ന് നിനക്കറിയില്ലോ, അതിനനുസരിച്ച് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരണം. ഞാൻ ഉദ്ദേശിക്കുന്ന രീതി അല്ലെങ്കിൽ നിനക്ക് ഇതിൽ നിന്ന് അടിയുള്ളൂ, കേട്ടല്ലോ എന്ന് ബാലേന്ദ്ര അലീനയോട് പറയണം. അപ്പം അലീന പറയാണ്, എനിക്ക് സന്തോഷമുള്ള അടിയുള്ളത്. ഞാൻ ഒരു അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ അടി കൊണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളതെന്ന് പറഞ്ഞ് അലീന അങ്ങ് പോവുകയാണ്. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ വൈജയെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് വൈജയെ കാണാനില്ല. വൈജ ഒരു കയറി കഥ അടച്ച് കഥ അടച്ച് മിക്കവാറും ബാലേന്ദ്രൻ്റെ ഇന്ന് വല്ല വാങ്ങിച്ച് കൂട്ടുണ്ടാകുന്ന വിചാരിച്ച് ഓടിപ്പോയി കഥ അടച്ച് വൈജ. പിന്നെ കാണിക്കുന്നത് വൈജയാണെങ്കിൽ ശിവേട്ടനെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ ചുമ്മാ അങ്ങ് കയറി വന്നതല്ല. ബാലേന്ദ്രൻ അവിടെ നിന്ന് വിളിച്ചപ്പം ഓടി വന്ന് കയറിയതൊന്നുമല്ല, എന്നെ വീട്ടുകാരെല്ലാം അറിഞ്ഞ് കല്യാണം കഴിച്ചുകൊണ്ട് വിട്ടതാണ്. ഞാൻ എന്തിനാ പേടിച്ച് ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താ? അപ്പം ശിവേട്ടൻ പറയാണ്, ഒന്ന് ക്ഷമിക്കും, നമുക്ക് നോക്കാം, അയാൾ സുഖമില്ലാത്ത ആളല്ലേ, അയാൾക്ക് വേണ്ടി നീ അഡ്ജസ്റ്റ് ചെയ്തൂടെ വൈജ? എനിക്കങ്ങനെ ആർക്കും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊരു പട്ടിയുടെ വില പോലും ഇവിടെ ഇല്ല എന്നും പറഞ്ഞ് വൈജ അങ്ങ് ബഹളം വെക്കുവാണ്. ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണെന്നൊക്കെ പറയണം. അപ്പം അയാൾ പറയണം, ശിവേട്ടൻ പറയാണ്, നീ ആലോചിച്ചെടുത്ത് കാര്യം തീരുമാനിക്കുക, അല്ലാതെ ചുമ്മാ അതങ്ങ് കയറി ഓരോരോ തീരുമാനം എടുക്കട്ടില്ല. ഞാൻ രാജീവുമായിട്ട് ആലോചിക്കട്ടെ എന്ന് ശിവൻ പറയാണ്. വൈജ പറയണം, ഇനി എന്തെന്ന് പറഞ്ഞാലും ഞാനിവിടെ നിൽക്കത്തില്ല, ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോവുക എന്ന് പറയണം. ഇനി ഞാൻ അല്ലെങ്കിൽ അലീന, ഇപ്പം എന്തിനും അലീന മതിയില്ല, തിന്നാനും കുടിക്കാനും എല്ലാത്തിനും അലീന മതി. അപ്പം എൻ്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ, ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ എന്തായാലും ഇവിടെ ഇറങ്ങി, ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു തീരുമാനമില്ല, മാറ്റമില്ലെന്ന് പറഞ്ഞ് വൈജ അങ്ങ് ഫോൺ വെക്കുകയാണ്. ഭവിതയാണെങ്കിൽ പറയുന്നത്, അമ്മ ഇതൊക്കെ കെട്ടിപ്പറക്കി എങ്ങോട്ട് പോവുക, അമ്മ എവിടെ പോവുക എന്നൊക്കെ ചോദിക്കണം. അത് ഞാൻ ഇവിടുന്ന് പോവുക, നീയൊക്കെ ഇവിടെ അച്ഛനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമോ, എനിക്കിവിടെ നിൽക്കേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞ് ഭവിത എടുത്ത് വൈജ പറയാണ്. അമ്മ പോയാൽ എങ്ങനെ ശരിയാവുന്നത്? വൈജ എന്താ ശരിയാവാത്ത? എനിക്കൊരു സ്വന്തമായിട്ടൊരു വീടുണ്ട്, അവിടെ പൊക്കോളാം ഞാൻ. പിന്നെ എനിക്കൊരു വിലയില്ലാത്തടത്ത് ഞാൻ നിൽക്കേണ്ട ആവശ്യമില്ല, എനിക്കൊരു സ്വന്തമായിട്ട് വീടുണ്ട്, ജോലിയുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോകുമെന്നും പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറയണം. കവിത പറയണം, അമ്മ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ പറയുന്നുണ്ട്. പക്ഷെ വൈജ ഇതൊന്നും കേൾക്കുന്നില്ല. മാറിയിരിക്കുമെന്നും പറഞ്ഞ് ഭവിതയെ തള്ളി മാറ്റി വൈജയാണെങ്കിൽ കയറി വണ്ടിക്കകത്ത് കയറി 2 പെട്ടിയുണ്ട്, ആ പെട്ടി എടുത്ത് വണ്ടിക്കകത്തും വെച്ച് വണ്ടി ഓടിച്ചങ്ങ് പോവുകയാണ്. ഭവിത ഓടി അച്ഛൻ്റെ അടുത്ത് പറയാനായിട്ട് ചെല്ലുന്നു. അപ്പോൾ അച്ഛനവിടെ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ പോയി, പോട്ടെ, അതിനെന്താ, അമ്മ വെറുതെ പോയതല്ല, ബാഗെല്ലാം പാക്ക് ചെയ്ത് സാധനങ്ങളെല്ലാം എടുത്ത പോട്ടെ, എന്താ അതുമായിട്ട് പോട്ടെ, അവളുടെ സാധനങ്ങളൊന്നും നിനക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, പിന്നെ ഇവിടെ കിടന്നിട്ടും കാര്യമൊന്നുമില്ല, അതുകൊണ്ട് അവൾ കൊണ്ടുപോട്ടെ എന്ന് പറയുകയാണ്. അമ്മയില്ലാതെ ഈ വീട് എങ്ങനെ ശരിയാവാനാ അച്ഛാ? എന്താ ശരിയാവാത്ത? അമ്മ എങ്ങോട്ടാണ് പോയതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അവളിപ്പോൾ ശൂന്യാകാശത്ത് കാണും, അത്രയും സ്പീഡിലല്ലേ അവൾ പോയേക്കുന്നതെന്ന് ബാലേന്ദ്രൻ പറയാണ്. നിങ്ങൾ രണ്ടുപേരും ഈ വഴക്കൊന്നും നിർത്തിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. ബാലേന്ദ്രൻ പറയാണ്, അങ്ങനെ ആ വഴക്കൊന്നും തീരത്തില്ല. അലീന എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയാം, അലീനയല്ല, അലീന ചേച്ചി, അലീന ചേച്ചി ഇവിടുന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നേനെ. അപ്പം ബാലേന്ദ്രൻ പറയണം, അലീന പോയാൽ കൂടെ ഞാനും പോവും, അപ്പം അച്ഛനില്ലാത്ത വീടാവും, നിങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തൂടെ എന്ന് ഭവിത ചോദിക്കണം. അതങ്ങനൊന്നും തീരുന്ന പ്രശ്നമൊന്നുമല്ല, ആ വഴക്ക് ഈ ഒരു കുടുംബത്തിൽ തന്നെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് പറയുകയാണ്. അമ്മ ഇനി വരത്തില്ലെന്നും പറഞ്ഞാൽ പോയേക്കുന്നത്, ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാണ്. എന്നിട്ട് ഭവിത പറയുന്ന, അച്ഛനൊന്ന് ക്ഷമിച്ചൂടെ? അപ്പം ബാലേന്ദ്രൻ പറയുന്നു, അച്ഛൻ 22 വർഷം ക്ഷമിച്ചു, ഇനി അച്ഛൻ ക്ഷമിക്കത്തില്ലേ, അത് നിങ്ങളുടെ അമ്മയടുത്ത് നിങ്ങൾ പറ എന്ന് പറയുകയാണ് ബാലേന്ദ്രൻ. നിങ്ങളുടെ അമ്മ ക്ഷമിക്കാൻ പറയുകയാണ് ബാലേന്ദ്രൻ. ഇത്രയും പറഞ്ഞിട്ട് ഭവിതയ്ക്ക് പൊക്കോളം പറയണം. ഭവിത അങ്ങ് പോവാണ്. ഭവിത നേരെ താഴെ ഇറങ്ങി വന്നിട്ട് അലീൻ്റെ അടുത്ത് പറയണം, അമ്മ പോയി, നിനക്ക് സന്തോഷമായില്ലേ? എവിടെ പോയി? അമ്മ കൊല്ലപ്പള്ളിയിലേക്ക് പോയേക്കുവാണെന്ന് തോന്നുന്നു, നിനക്കെന്തായാലും സന്തോഷമായല്ലോ. നിൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിൻ്റെ ഇടയ്ക്ക് എന്നെ പിടിച്ച് കയറ്റില്ലെന്ന് പറയണം. അപ്പം ഭവിത പറയുന്നത്, ഈ കാരണം എൻ്റെ അമ്മ പോയത്, നീ ഇവിടുന്ന് പോയാണെങ്കിൽ അമ്മയെ പോകത്തില്ലായിരുന്നു, അപ്പോൾ അത് നിൻ്റെ അച്ഛനോട് ചെന്ന് പറ, അപ്പം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊക്കോളാം, ഇങ്ങനെ പോവാന്ന് പറയാമല്ല, നീ ഇതുവരെ പോകുന്നില്ലല്ലോ എന്നും ഭവിതയും പറയണം. അലീന പറയണേ, എന്താ ഈ വീട്ടിൽ കറക്റ്റായിട്ടുള്ള പ്രശ്നം എന്ന് ആദ്യം മനസ്സിലാക്കുക, നീ കുറേ കോളേജ് ഫ്രണ്ട്സ്, കുറേ കാമുകൻ, ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലാതെ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും നിനക്കറിയാവോ? ആദ്യം നീ നിൻ്റെ അമ്മ ശരിയാണോ എന്ന് അന്വേഷിക്കുക, എന്നിട്ട് നീ ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്താൻ വാ എന്നും പറഞ്ഞ് അലീന അങ്ങ് പോവും. അത് കേട്ടുമ്പോഴത്തേക്ക് ഭവിതയ്ക്ക് വല്ലാതെ അങ്ങ് ആവുന്നുണ്ട്. അങ്ങനെ അലീന ചെന്ന് മുത്തശ്ശിയെടുത്ത് പറയാണ്, മാഡം പോയെന്ന് ഭവിത പറഞ്ഞു. എങ്ങോട്ട്? കൊല്ലപ്പള്ളിയിലേക്കായിരിക്കും.
ഇവർക്ക് എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത. ബാഗൊക്കെ പാക്ക് ചെയ്ത് പോയെന്ന ബബിത പറഞ്ഞതെന്ന് അലീന പറയാണ്. എൻ്റെ ഭഗവാൻ, എനിക്കിതൊന്നും കാണണ്ടായിരുന്നില്ല. എനിക്ക് പോകാൻ എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയേനെ. ആ കമലയെടുത്തോട്ട് പോകാൻ വയ്യാത്തതുകൊണ്ട്, അവളുടെ മൂശേട്ട കാണാൻ പറ്റാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാത്ത. അലീന പറയാണ്, ഞാൻ പോയാലേ മാഡത്തിൻ്റെ പ്രശ്നം തീരത്തുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെ ചെയ്തൂടെ കുഞ്ഞേ എന്നാ മുത്തശ്ശി ചോദിക്കുകയാണ്. അതെങ്ങനെ മുത്തശ്ശി, ഞാൻ പോയി കഴിഞ്ഞാൽ സാറ് ചിലപ്പം എല്ലാവരെയും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് വീട് പൂട്ടിയേക്കും. അവൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. ചിലപ്പോൾ അങ്ങനെ ചെയ്യുമെന്ന്. നിന്നോട് അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഒരു വട്ടം ഇങ്ങനൊരു ചെറുതായിട്ട് പറഞ്ഞായിരുന്നെന്ന് അലീന പറയുകയാണ്. എന്നിട്ട് പറയാണ്, കൂടുതൽ പ്രശ്നം വഷളാവുകയാണെങ്കിൽ ഞാനാണെങ്കിൽ അങ്ങ് പോവും മുത്തശ്ശി എന്ന് പറയാണ്. അതാ കുഞ്ഞേ നല്ലത്, അങ്ങനെ ചെയ്യുന്നത് നല്ലതെന്ന് മുത്തശ്ശിയും പറയാണ്. അലീനയ്ക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. വൈജയാണെങ്കിൽ റോഡിൽ വന്നിട്ട് എങ്ങോട്ട് പോകണമെന്നറിഞ്ഞൂടാ. കൊല്ലപ്പള്ളിയിലോട്ട് പോകാനും വയ്യ, പോകാതിരിക്കാനും വയ്യാത്ത അവസ്ഥയാണ്. അങ്ങനെ കൊല്ലപ്പള്ളിയിലോട്ട് തന്നെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പോലെ വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. നീയോ എന്താ എൻ്റെ വീട്ടിലേക്ക് വരുന്നതിന്? ഇത് എൻ്റെ തറവാട് വീടാണ്, തറവാട്ടിലെ വീട്ടിലേക്ക് വരുന്നതിന് ആരുടെയെങ്കിലും അനുവാദം വേണോ? അപ്പോഴത്തേക്ക് കമല പറഞ്ഞു, അതുകൊണ്ടല്ല ചോദിച്ചത്, ഞാൻ വെറുതെ ചോദിച്ചതാണ്. നിനക്കെപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അപ്പോഴത്തേക്ക് വൈജ പെട്ടിയായിട്ട് അകത്തോട്ട് കയറിപ്പോന്നു. കമലയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കമല ഇങ്ങനെ തലയൊക്കെ ആട്ടിട്ടുണ്ട്. പുല്ല് വീണ്ടും കയറി വന്നല്ലോ എന്ന് വിചാരിക്കുക. വൈജ പറഞ്ഞു, ഞാൻ ശിവേട്ടനെ വിളിച്ച് പറഞ്ഞു, ശിവേട്ടൻ എന്നൊരു പരിഹാരം കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടാ ഇങ്ങോട്ട് പോരുന്നതെന്ന് പറയാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്തുവാ? അന്നേരം വൈജ പറയാണ്, അവിടെ പാമ്പിനെ അടിച്ച് കൊല്ലുന്ന വടി എടുത്തിട്ട് എൻ്റെ നേരെ വന്നേക്കുന്നു. അത് വെച്ച് എനിക്ക് തല്ല് കൊള്ളുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പം എന്തിനും അലീന മതി. ആഹാരം കഴിക്കാനും കുളിപ്പിക്കാനും കുടിപ്പിക്കാനും എല്ലാം അലീന മതി. അതങ്ങനെ അംഗീകരിച്ച് കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ കമല പറയാണ്, നിനക്ക് നിൻ്റെ മക്കളെ കൂടെ നിർത്തിക്കൂടെ? മക്കളെ കൂടെ നിർത്തി നിങ്ങൾ 4 പേരും കൂടെ പറഞ്ഞാൽ ബാലേന്ദ്രൻ കേൾക്കത്തില്ലേ? വൈജ പറയാണ്, ആരെന്ത് പറഞ്ഞാലും ബാലേന്ദ്രൻ കേൾക്കത്തില്ലെന്ന് വൈജ പറയാണ്. എന്തായാലും എൻ്റെ 3 ആങ്ങളമാരും കൂടെ ഒരു തീരുമാനം എടുക്കട്ടെ. ഇനി അലീന പോകാതെ ഞാൻ ഇനി അങ്ങോട്ട് പോകത്തില്ല എന്ന് വൈജ പറയാണ്. ഇവിടുത്തെ മനു ആണല്ലോ, അവനാണല്ലോ അങ്ങോട്ട് കൊണ്ടുവന്നത്. ഇന്നാളൊരു പ്രശ്നം ഉണ്ടായപ്പം പറയുകയാണ്, നീ ആൻറ്റി പറയുന്നതൊന്നും ചെവിക്കൊള്ളണ്ട, അങ്കിള് പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്ന് പറയാണ്. അപ്പം കമല പറയാണ്, അവനാണെങ്കിൽ നേരിൻ്റെ സൈഡിലേ നിൽക്കത്തുള്ളൂ എന്ന് പറയാണ്. അപ്പം വൈജ പറയാണ്, എൻ്റെ സൈഡ് ശരിയില്ല, എല്ലാവരും ബാലേന്ദ്രൻ്റെ സൈഡിലാണോ ശരിയെന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിലും അവനാണെങ്കിൽ അലീനയുടെ ഒരു നോട്ടം ഉണ്ടല്ലോ, അതുകൊണ്ട് അവളുടെ സൈഡിലേ അവൻ നിൽക്കത്തുള്ളൂ. അതുകൊണ്ടൊന്നും അല്ല കമല പറയും, അതുകൊണ്ടൊന്നും അല്ല, അവന് പണ്ട് ആൻറ്റി എന്ത് ഇഷ്ടമോ, പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ട് അവനങ്ങനെ പറയുന്നതായിരിക്കും എന്ന് പറയുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് ഇല്ലയോ കമലയെന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഞാൻ ഇനി അങ്ങോട്ട് പോകത്തില്ല, ഇതിനൊരു തീരുമാനം ആവട്ടെ എന്ന് പറയണം. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.